ഇനി നമ്മൾ റൂൾസ് നോക്കുകയാണ്. റൂൾസ് ഫോർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. റൂൾസ് ഫോർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾസ്. ആദ്യത്തെ റൂള്, ഓൾ നോൺ സീറോ നമ്പേഴ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. നോൺ സീറോ നമ്പേഴ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഒരു മെഷർമെൻറ്റിനകത്ത് നോൺ സീറോ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. സിഗ്നിഫിക്കൻറ്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 451 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3. 15 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 2. 4151 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 4. അപ്പോൾ ഓൾ നോൺ സീറോ നമ്പേഴ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. സെക്കൻഡ് വൺ, ഓൾ സീറോസ് ഇൻ ബിറ്റ്വീൻ നോൺ സീറോ നമ്പേഴ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഇൻ ബിറ്റ്വീൻ നോൺ സീറോ നമ്പേഴ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. സിഗ്നിഫിക്കൻറ്റ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 4403, അതുപോലെ 5500.03. ഇനി 4001. ഇതിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇതിലെത്ര ഉണ്ട്? 1, 2, 3, 4, 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇതിലെത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 1, 2, 3, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അപ്പോൾ എല്ലാ നോൺ സീറോ നമ്പേഴ്സിന് ഇടയിൽ വരുന്ന സീറോസ് അല്ലാതും എന്തായിരിക്കും? എപ്പോഴും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. എപ്പോഴും എന്തായിരിക്കും? സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഇനി തേർഡ് വൺ എന്താ? തേർഡ് വൺ, ഓൾ സീറോസ് ബിഫോർ നോൺ സീറോ നമ്പേഴ്സ്. നോൺ സീറോ നമ്പേഴ്സിന് തൊട്ട് മുമ്പുള്ള എല്ലാ സീറോസും സിഗ്നിഫിക്കൻ്റ് അല്ല. ഓക്കെ. ഓൾ നോൺ സീറോ നമ്പേഴ്സിന് ശേഷം വരുന്ന, അതായത് നോൺ സീറോ നമ്പേഴ്സിന് തൊട്ട് മുമ്പ് വരുന്ന ലീഡിങ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. എക്സാമ്പിൾ പറയാം. 0.0401. ഇതിലെത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3. ഈ സീറോ സിഗ്നിഫിക്കൻ്റാണ്. പക്ഷേ ഇതിന് തൊട്ട് മുമ്പുള്ള 2 സീറോസ് എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? 3. 0.0002 എത്രയാണ്? 2 മാത്രം സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ 2 മാത്രം സിഗ്നിഫിക്കൻറ്റ്. അതിന് തൊട്ട് മുമ്പുള്ളതൊന്നും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. മനസ്സിലായല്ലോ? ഡെസിമൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. ലീഡിങ് ആയിട്ട് വരുന്ന സാധനങ്ങളൊന്നും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. ഓക്കെ. ദെൻ ഫോർത്ത് വൺ, സീറോസ് ആർ സിഗ്നിഫിക്കൻറ്റ്. ട്രെയിലിംഗ് സീറോസ് ആർ സിഗ്നിഫിക്കൻറ്റ് ഇഫ് ദർ ഈസ് ഡെസിമൽ. ഡെസിമൽ ഉണ്ടെങ്കിൽ ട്രെയിലിംഗ് സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 5000.005. ഈ ട്രെയിലിംഗ് സീറോസ്, അതായത് നോൺ സീറോ നമ്പേഴ്സിന് ശേഷം വരുന്ന ട്രെയിലിംഗ് സീറോസ് ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതിന് തൊട്ട് മുമ്പുള്ളതും സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം 2 നോൺ സീറോ നമ്പേഴ്സിൻ്റെ ഇടയിലാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. 500.00. ഇത് ഡെസിമലിന് ശേഷം വരുന്നതാണ്. ഡെസിമലിന് തൊട്ട് മുമ്പുള്ളതാണ്. ഡെസിമലിന് ശേഷം വരുന്നതാണ്. ഈ 4 സീറോസും എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അതിനാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3, 4, 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ. ഇനി അടുത്തത്, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. 3.83 മീറ്റർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു മെഷർമെൻറ്റിൽ അളന്നു. അതിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3.83 ഇൻറ്റു 10⁻², സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി. യൂണിറ്റ് കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ പറഞ്ഞിട്ടുള്ള 10ൻ്റെ പവറുകൾ, ഇതിന് നമ്മൾ ജനറലി വിളിക്കുന്ന പേര് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡാണ്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഒരിക്കലും സിഗ്നിഫിക്കൻ്റ് അല്ല. മനസ്സിലായല്ലോ? ഇപ്പോൾ 3.83 മീറ്റർ എന്ന് നമ്മൾക്ക് തന്നു. 3.83 മീറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നു. അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3.83 ഇൻറ്റു 10⁻² സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഈ 10⁻² എന്ന് പറഞ്ഞ സെൻറ്റിമീറ്റർ ഒരിക്കലും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം മീറ്റർ ആണെങ്കിലും സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ എത്ര തന്നെയായിരിക്കും വരിക? 3 ആയിരിക്കും വരിക. ഓക്കെ. യെസ്. അപ്പോൾ നമ്മൾ 4 റൂൾസ് പറഞ്ഞു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ കുറിച്ചിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 2 മെഷർമെൻറ്റ്സ് തന്നു, അല്ലെങ്കിൽ ഒരെണ്ണം 400.2, അതേപോലെ 500.30,
രണ്ട് മെഷർമെൻറ്റ്സിനും തമ്മിൽ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അരിതമെറ്റിക് ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഇൻഡ്യൂ ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവിഷൻ ചെയ്യണം. അപ്പോൾ രണ്ട് മെഷർമെൻറ്റ്സ് നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്കതിന് പ്ലസ് ചെയ്യേണ്ടി വരും, ചില സമയത്ത് മൈനസ് ചെയ്യേണ്ടി വരും, ചില സമയത്ത് ഡിവിഷൻ ചെയ്യേണ്ടി വരും, ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡിവിഷൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്ലസ് ചെയ്യേണ്ടി വരും, മൈനസ് ചെയ്യേണ്ടി വരും, അതേപോലെ ഡിവൈഡ് ചെയ്യേണ്ടി വരും, മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അരിതമെറ്റിക് ഓപ്പറേഷൻസ് മെഷർമെൻറ്റ്സിന് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കേസസിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, അതല്ലെങ്കിൽ ഒരു നമ്പറിന് അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റിന് ഇത്ര നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കുമെങ്കിൽ രണ്ടാമത്തേന് ചിലപ്പോൾ അത്രയും സെയിം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ രണ്ട് നമ്പർ നോക്കിയേ, 400.2 ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 200.002 എന്ന് പറയുന്ന നമ്പർ കൊണ്ടാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 1, 2, 3, 4 4 ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ നമ്പർ എത്രയാണ്? 1, 2, 3, 4, 5, 6 അപ്പോൾ 6 സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സും 4 സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സും ഉള്ള സാധനത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യുക, നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണ പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ ആ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 800.0016 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർക്കാണോ ഉള്ളത്, ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർക്കാണോ ഉള്ളത് അയാളുടെ നമ്പറിലേക്ക് അതിനെ റൗണ്ട് ഓഫ് ചെയ്യണം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4. അപ്പോൾ എത്ര എണ്ണമായിട്ട് റൗണ്ട് ഓഫ് ചെയ്യണം? 4 സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സായിട്ട് റൗണ്ട് ഓഫ് ചെയ്യണം. ഇനി ഇതിനെ രണ്ടിനും തമ്മിൽ പ്ലസ് ചെയ്യാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഡെസിമൽ പോയിൻ്റാണ്, നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണമല്ല. ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിൻ്റ് ആർക്കാണോ ഉള്ളത് ആ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിൻറ്റിലേക്ക് അതിനെ എന്ത് ചെയ്യണം? റൗണ്ട് ഓഫ് ചെയ്യണം. എക്സാമ്പിളായിട്ട് ഒരെണ്ണം കൂടി പറയാം. 23 × 401 ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 401 ആദ്യം എന്ത് ചെയ്യണം? 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3, 0, 12, 2, 0, 8, 3, 2, 2, 1, 9 മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എത്ര നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർക്കുള്ളത്? 23. അപ്പോൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എത്രയിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം? 23 ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. മനസ്സിലായല്ലോ? റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ എത്ര വരണം? ഈ 3നെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 3ന് തൊട്ട് മുമ്പുള്ള സംഖ്യ എത്രയാണ്? 3ന് തൊട്ട് മുമ്പുള്ള സംഖ്യ യെസ്, 3ന് തൊട്ട് മുമ്പുള്ള സംഖ്യ എത്രയാണ്? 2. റൗണ്ട് ഓഫ് ചെയ്യേണ്ട സംഖ്യ ഏതാണോ 2 അതിനെ ഒന്ന് കൂട്ടി എഴുതണം. 9200. ആ റൗണ്ട് ഓഫ് ചെയ്യുന്നതിൻ്റെ സംഗതി നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ ഏതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം? 23ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സംഗതികളെ തമ്മിൽ പ്ലസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ 200.2 അതിൻ്റെ കൂടെ 91.003 ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചോ. ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3, 2 അതുപോലെ 0.19 291. അപ്പോൾ നമ്മൾ എന്തിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം? ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിൻറ്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ ഇതിന് 3ന് തൊട്ട് മുമ്പ് കിടക്കുന്നത് 2 ആണ്. അപ്പോൾ 2ന് ശേഷം വരുന്നത് 3 ആണ്. 3 ആയതുകൊണ്ട് 3നെ നെഗ്ലക്റ്റ് ചെയ്യണം. 291.02 യെസ്, 291.02. ഇനി എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യണം? ഒരു നമ്പർ എടുത്തു 200.5 2.914. ഇനി 2.916 2.915. 3 നമ്പറും എത്രയിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട സംഖ്യ ഏതാ? ഇവിടെ 4, 6, 5 ആണ്. ആദ്യത്തെ കേസ് നമ്മൾ നോക്കുകയാണ് ലെസ് ദാൻ 5.
ലെസ് ദാൻ 5. ലെസ് ദാൻ 5 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലെസ് ദാൻ 5 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യേനെ, അതായത് അതിന് ലെസ് ദാൻ 5 റൗണ്ട് ഓഫ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഖ്യ ലെസ് ദാൻ 5 ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള സാധനം നോക്കുക. ഓക്കെ, അതിന് തൊട്ട് മുമ്പുള്ള സാധനം നോക്കുക. ഓക്കെ, റൗണ്ട് ഓഫ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഖ്യ ലെസ് ദാൻ 5 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? റൗണ്ട് ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, കട്ട് ചെയ്ത് കളയാൻ ഉദ്ദേശിക്കുന്ന സംഖ്യേനെ കട്ട് ചെയ്ത് കളയുക, ബാക്കിയുള്ളതിനെ അതേപോലെ തന്നെ എടുത്തെഴുതുക. യെസ് ഒന്നുകൂടി പറയേ, കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ. യെസ്, 2.91. ഇനി അടുത്തത്, റൗണ്ട് ഓഫ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 2.92 എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഇനി റൗണ്ട് ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഖ്യ 5 ആണെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള സാധനം ഓടാണോ ഇവണാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കൂട്ടി എഴുതുക, എന്നിട്ടത് കളയുക. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 2.914. ഇനി വേറൊരു നമ്പർ കൂടി പറയാം. 4.322, 4.325, 4.326. ഇതിനെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് അല്ലെങ്കിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്ത് കളയേണ്ടത് 4ാമത്തെ നമ്പറാണ്. അപ്പോൾ 4ാമത്തെ നമ്പർ എത്രാമത്തെ നമ്പർ? അതായത് 4ാമത്തെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. 2 എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 2 ഒഴിവാക്കുക, 4.32. അടുത്തത് 4.326. 6 എന്ന് പറഞ്ഞാൽ 5-നേക്കാൾ വലിയ നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യണം? തൊട്ട് മുമ്പത്തെ നമ്പർ ഒന്ന് കൂട്ടി എഴുതുക, 4.33 എന്ന് പറഞ്ഞിട്ട് എഴുതുക, എന്നിട്ട് 6 ഒഴിവാക്കി കളയാം. ഇനി ഫൈനൽ നമ്പർ 5 ആണെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ നമ്പർ ഇവൺ ആണോ ഓടാണോ നോക്കുക. ഇവിടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 5 കളയുക, എന്നിട്ട് 4.32 എന്ന് എഴുതുക. അതല്ല 4.31 ആണെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ നമ്പർ 4.32 എന്ന് എഴുതുക, എന്നിട്ട് റൗണ്ട് ഓഫ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ അത് ക്ലിയറായി, ശരിയായില്ലേ? യെസ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇനി ഫൈനലി നമുക്ക് പറയാനുള്ളത് ആക്യുറസി ആൻഡ് പ്രിസിഷനെ കുറിച്ചിട്ടാണ്. ആക്യുറസി ആൻഡ് പ്രിസിഷൻ. നമ്മളൊരു അമ്പ് ചെയ്യാമെന്ന് വിചാരിക്കുക. അമ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. യെസ്, ഇവിടെ കൊള്ളിച്ച 100 പോയിൻ്റ്, ഇവിടെ കൊള്ളിച്ച 50 പോയിൻ്റ്, ഇവിടെ കൊള്ളിച്ച 30 പോയിൻ്റ്. ഒരാർച്ചർ എന്ത് ചെയ്യുകയാണെന്ന് വിചാരിക്കുക? 100ൻ്റെ അവിടെ കൊള്ളിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു വാല്യൂവിൻ്റെ അടുത്തുള്ള വാല്യൂവിലേക്ക് മെഷർമെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ആക്യുറേറ്റ് മെഷർമെൻറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളൊരു വള അളക്കുകയാണെന്ന് വിചാരിക്കുക. വളയുടെ എക്സാക്റ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത് 100.1 ആണെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മൾ അളന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 102 ആണെന്ന് വിചാരിക്കുക. ഒരാൾക്ക് കിട്ടിയത് 101 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ 100.2 എന്ന് പറയുന്ന സാധനമാണ് മോർ ആക്യുറേറ്റ്. കാരണം ശരിയായിട്ടുള്ള വാല്യൂവിനോട് അടുത്ത് നിൽക്കുന്നത് ഏതാണോ അതിനെയാണ് ആക്യുറേറ്റ് എന്ന് പറയുക. മനസ്സിലായോ? ശരി. ഇനി ഒരാൾ അടുപ്പിച്ച് കുറേ മെഷർമെൻറ്റ് നടത്തി, അല്ലെങ്കിൽ അടുപ്പിച്ച് കുറേ അമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ കേട്ട് കൊണ്ടു. വേറൊരാൾ അമ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇവിടെ കൊണ്ടു. ഇവിടെ നോക്കിയേ, ഒരാൾ അമ്പ് ചെയ്യിച്ച സ്ഥലത്ത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് അതിന് നിയർ ബൈ ആയിട്ട് നമ്മൾ ഒരു സാധനം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രിസൈസ് മെഷർമെൻറ്റ് എന്നാണ് പറയുക. ഇപ്പോൾ ഒരാൾ അളന്നു കഴിഞ്ഞപ്പോൾ അങ്ങേർക്ക് ആദ്യം കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് 100.2, പിന്നെ അളന്നു കഴിഞ്ഞപ്പോൾ 100.25, പിന്നെ അളന്നു കഴിഞ്ഞപ്പോൾ 100.24, പിന്നെ അളന്നു കഴിഞ്ഞപ്പോൾ 100.20. ഇനി മറ്റൊരാൾ അളക്കുകയാണെന്നുണ്ടെങ്കിൽ 100.2, 100.5, 101, 101.2. ഇങ്ങനെയാണ് മെഷർമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെൻറ്റാണിത്. അതായത് ഒരാൾ റിപ്പീറ്റഡ് ആയിട്ട് മെഷർമെൻറ്റ് നടത്തുമ്പോൾ അയാൾക്ക് നേരത്തെ കിട്ടിയ വാല്യൂവിനോട് സെയിം ആയിട്ടുള്ള വാല്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രിസൈസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. മനസ്സിലായോ? അത് കുറച്ചും കൂടി പ്രിസൈസ് വാല്യൂ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അയാൾ അളക്കുന്ന വാല്യൂ
എക്സാക്റ്റ് വാല്യൂവിനോട് അടുത്തും റിപ്പീറ്റഡ് ആയിട്ട് എടുക്കുമ്പോൾ അയാൾക്ക് സെയിം വാല്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്യുറേറ്റുമാണ് പ്രിസൈസുമാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അമ്പ് ചെയ്യുന്ന സംഗതി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊള്ളിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ അവൻ ആക്യുറേറ്റ് ആണ്. റിപ്പീറ്റഡായിട്ട് സെയിം സ്ഥലത്ത് തന്നെ കൊള്ളിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വട്ടത്തിനുള്ളിൽ 5 പ്രാവശ്യം അവന് ചാൻസ് ഉണ്ടെങ്കിൽ ആ 5 പ്രാവശ്യം ആ വട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ കൊള്ളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ആക്യുറേറ്റുമാണ് പ്രിസൈസുമാണ്. വേറൊരുത്തനുണ്ട്, അവൻ കൊള്ളിക്കുന്നത് പക്ഷെ പുറത്താണ്, അപ്പോൾ അവൻ ആക്യുറേറ്റ് അല്ല. പക്ഷേ അവൻ എഴുതുന്ന സാധനങ്ങളൊക്കെ മൊത്തം ആ നേരത്തെ അമ്പ് ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് വരണതെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയെങ്കിൽ അവൻ പ്രിസൈസാണ്, ആക്യുറേറ്റ് അല്ല. ഇനി ഒരുത്തൻ അമ്പ് ചെയ്യാമെന്ന് വിചാരിക്കുക, അവൻ പക്ഷെ കൊള്ളിക്കുന്നത് പല സ്ഥലത്താണെന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ ആക്യുറേറ്റും അല്ല, പ്രിസൈസും അല്ല. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ യൂണിറ്റ് മെഷർമെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലെസണിനായിട്ട് കാണാം.